തൃശ്ശൂരിൻ്റെ സിനിമാ ചരിത്രം തുടങ്ങുന്നത് 1950 കാലഘട്ടങ്ങളിലാണ്. ഇന്നത്തെ ജോസ് തിയേറ്ററാണ് അന്ന് കാലത്ത് തൃശ്ശൂർക്കാർക്ക് സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയം കൊണ്ടുവരുന്നതും അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് നൽകുന്നതും. ഒരു പിടി ഹിറ്റ് സിനിമകളും മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമകളും എല്ലാം ജോസ് തിയേറ്ററിൽ തൃശ്ശൂർക്കാർ ആഘോഷമാക്കിയിട്ടുള്ള സമയങ്ങളായിരുന്നു അന്ന്. എന്നാൽ ജോസ് തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്നും 2 കിലോമീറ്റർ മാറി, അതായത് കൃത്യം പറഞ്ഞാൽ തൃശ്ശൂർ MG റോഡിലൂടെ പടിഞ്ഞാറക്കോട്ടയിലേക്ക് പോയി അവിടെ നിന്ന് കോഴിക്കോട് പോകുന്ന റൂട്ടിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് 2 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ക വിൻറ്റേജ് ക്ലാസിക് തിയേറ്ററാണ്. തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ, തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ കാർ പാർക്കിംഗ് ഉള്ള തിയേറ്റർ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള തിയേറ്ററാണ് ഈ ബിന്ദു തിയേറ്റർ എന്ന് പറയുന്നത്. മറ്റ് തിയേറ്ററുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത 2Kയും 4Kയും എന്താണെന്ന് പോലും ഇവർക്ക് ഇതുവരെ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്നും പരമ്പരാഗത രീതിയിൽ ബെല്ലടിച്ചുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു തിയേറ്ററാണ്. അതുമാത്രമല്ല, ഒരു വെബ് പ്ലാറ്റ്ഫോമുകളിലും ഇവരുടെ ടിക്കറ്റുകൾ ലഭ്യമല്ല എന്നുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഇവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് പോലും ആ പ്രത്യേകത അവർ നിലനിർത്തുന്നുണ്ട്. 15-20 വർഷം മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇവിടെ ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഇവിടെ പ്രദർശിപ്പിച്ച സിനിമകളുടെ പോസ്റ്റർ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു വ്ളോഗർ എന്ന നിലയിൽ തൃശ്ശൂരിൻ്റെ നഗരമധ്യത്തിൽ ഇതുപോലൊരു സ്ഥാപനം എങ്ങനെയാണ് അവർ പ്രവർത്തിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പ്രോഫിറ്റ് എന്താണ്, ഇത്തരത്തിലൊരു സ്ഥാപനം അവിടെ നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള അവരുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവർക്ക് ലഭിക്കുന്നു, ഇതിൻ്റെ വരുമാന സ്രോതസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വളരെ ആശ്ചര്യത്തോടെ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണം എന്നെ കൊണ്ട് എത്തിച്ചത് തൃശ്ശൂരിലെ കുറേ ഇരുണ്ട സ്ഥലങ്ങളിലാണ്, ഇരുണ്ട അധ്യായങ്ങളിലാണ്. ഞെട്ടിക്കുന്ന ആ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിന്ദു തിയേറ്ററിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ഹിറ്റ് സിനിമകൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓം ശാന്തി ഓം, ഷാറുഖ് ഖാൻ്റെ, ഡോൺ 2 ഞാൻ അവിടെയാണ് കണ്ടത്. അതുമാത്രമല്ല, മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിലെ തന്നെ കാലത്തെയും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സിനിമ, അതുപോലും ഞാൻ കണ്ടത് അവിടെയാണ്. സോ അത്തരത്തിൽ അത്രയും വലിയ ഒരു ബേസുള്ള ഒരു തിയേറ്ററായിരുന്നു ഒരു കാലത്ത് ബിന്ദു തിയേറ്റർ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ബിന്ദു തിയേറ്ററിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടിക്കറ്റ് എടുത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തുറന്നു പറയട്ടെ, തൃശ്ശൂർ ഓപ്പണായിട്ടിരുന്ന ആളുകൾ മദ്യപിക്കുന്ന ഒരു തിയേറ്റർ ബിന്ദു തിയേറ്ററാണ്. അത് മാത്രമല്ല, സ്വവർഗാനുരാഗികൾ ഇവരൊക്കെ പരസ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവരുടെ ലൈംഗിക വൈകൃതങ്ങളും ഇതിന് പുറമെ ലഹരി കച്ചവടങ്ങളും അതുപോലെ ലഹരി ഉപയോഗങ്ങളും ഇതൊക്കെ പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു തിയേറ്ററാണ് ഇന്ന് ബിന്ദു തിയേറ്റർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ടിക്കറ്റ് എടുത്ത് കയറി ചെന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. തിയേറ്ററിൽ സിനിമയ്ക്ക് വരുന്നതിൻ്റെ ഭൂരിഭാഗം ആളുകളും ഈ സ്വവർഗ അനുരാഗികളാണ്. അവർ ഈ തിയേറ്ററിലേക്ക് വരാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിന്ദു തിയേറ്ററിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് അവൈലബിൾ ആണ്. ആ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇവർ അവരുടെ ഏതൊക്കെ സിനിമകളാണ് റിലീസാവുന്നതെന്നും എത്ര മണിക്കാണ് ഷോ ടൈം കാര്യങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ ആ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ആ ഫേസ്ബുക്ക് പേജിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന താഴെ കമൻറ്റ് ബോക്സിലാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എത്ര മണിക്ക് ഏത് ഷോയ്ക്ക് വരുന്നു, ഞാൻ എവിടെ നിൽക്കുന്ന, ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഹബ്ബായിട്ടാണ് ആ ഫേസ്ബുക്ക് പേജ് തന്നെ ഉപയോഗിക്കുന്നത്. ഇതും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അത്തരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും അതിനിടയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ സ്വവർഗാനുരാഗികളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഇന്ന് ഈ പറഞ്ഞ തിയേറ്റർ. അതുമാത്രമല്ല, ബിന്ദു തിയേറ്ററിലെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്ന ലൈംഗിക വൈകൃതങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരുന്നുണ്ടെന്നുള്ളതാണ് എന്നെ ഞെട്ടിച്ച ഒരു വസ്തുത. ഇതിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള നിലവിൽ 22 രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ള ഈ സ്വവർഗ അനുരാഗികളുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഗ്രിൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ് ഇതിന് വേണ്ടി അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുവഴിയാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും, അതായത് അതർ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നതും ഈ വഴി കൂടെയാണ്. അതിന് പുറമെ വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ചാനലുകളും ഫേസ്ബുക്കിൽ തന്നെ FB മെസ്സഞ്ചർ ഗ്രൂപ്പുകൾ പോലും ഇവർക്കുണ്ട് ഇതിനു വേണ്ടി. പൈതൃകം ഉറങ്ങുന്ന സാംസ്കാരിക നഗരത്തിൻ്റെ
അതായത് തൃശ്ശൂരിലെ പടിഞ്ഞാറക്കോട്ട എന്ന് പറഞ്ഞത് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. സോ അതുപോലുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു തിയേറ്റർ പ്രവർത്തിക്കുന്നതെന്ന് വളരെ മോശമായിട്ടൊരു കാര്യം, അത്യന്തം നമുക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആ തിയേറ്റർ മാനേജ്മെൻറ്റിൻ്റെ മൗന അനുമതിയോടുകൂടിയാണ്. നമ്മൾ പൈതൃകം എന്ന് അവകാശപ്പെടുന്ന സിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സാംസ്കാരിക നഗരത്തിൽ ഇതുപോലൊരു തിയേറ്റർ നടക്കുന്നുണ്ട് എന്നുള്ളത് അത്യന്തം മ്ലേച്ഛകരമായിട്ടുള്ളൊരു കാര്യമാണ്. അധികാരികൾ ഇതിലേക്ക് ഇടപെടണം, ഇതിലേക്ക് അവരുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. വർഗ അനുരാഗികളോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വിരോധങ്ങളൊന്നുമില്ല. അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അതിനെക്കുറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ ബിന്ദു തിയേറ്ററിനകത്ത് ഒരു ദിവസം നടന്നു വരുന്ന ലൈംഗിക വൈകൃതങ്ങൾ, അതിന് പുറമെ അതിനകത്ത് നടക്കുന്ന ലഹരി കച്ചവടങ്ങൾ, അവിടെ ഇരുന്നുള്ള ലഹരി ഉപയോഗം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് മാത്രമല്ല വളരെ ശോചനീയാവസ്ഥയിലാണ് ആ തിയേറ്ററിൻ്റെ ഉൾവശം. അതായത് ഈ നിലവിൽ അത്യന്തം ദുർഗന്ധവും അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഈ തിയേറ്റർ കൊണ്ടു നടക്കുന്നത്. ക്ലീനിങ് അതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പുറകിലാണ്. ഇതിനെപ്പറ്റി തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ പോലീസ് സ്റ്റേഷൻ വരുന്നത്. സോ അവർക്കും ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത അന്വേഷിക്കാവുന്നതാണ്. ഇതിൽ ഇനിയും അധികാരികളുടെ കണ്ണിൽ ഇത് പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മേലെ ഒരു ബ്ലോഗർ എന്ന നിലയ്ക്ക് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു സിനിമാ തിയേറ്റർ എഞ്ചിനീയർ എന്ന നിലയിൽ, സിനിമാ തിയേറ്റർ വ്ളോഗിങ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ശക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക ഒരു കൺസേൺ ഞാനിവിടെ അറിയിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള തിയേറ്ററുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ അടിയിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ആഴ്ച മുതൽ എൻ്റെ എല്ലാ വീഡിയോകളുടെയും അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം നൽകും. ഈ ആഴ്ചയിലെ ചോദ്യം ഇതാണ്: തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ ആദ്യമായി പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? ഞാൻ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ 12 മണിക്കൂറിനകം, അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് 12 മണിക്കൂറിനകം നിങ്ങളുടെ ഉത്തരങ്ങൾ ഇതിനിടയിൽ കമൻറ്റ് ചെയ്യണം. അതിനുശേഷം വരുന്ന ഒരു കമൻസിൽ ഒരു ആൻസറും ഞാൻ ഈ സമ്മാനാർഹമായിരിക്കില്ല, അതിനുവേണ്ടി എടുക്കുന്നതായിരിക്കില്ല. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബിന്ദു തിയേറ്റർ പോലൊരു തിയേറ്റർ നമ്മളുടെ നാട്ടിൽ വേണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മൾട്ടിപ്ലക്സുകളുടെ കാലമാണ്. നമ്മൾ നല്ല രീതിയിൽ സിനിമാ തിയേറ്ററുകൾ, നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററുകളും അതുപോലെയുള്ള നല്ല ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്ന കാലത്ത് ഇത്തരത്തിലൊരു തിയേറ്റർ, ഇത്തരത്തിലൊരു സ്ഥാപനം നമുക്ക് ആവശ്യമുണ്ടോ? അതും ഇത്രയും നമ്മളുടെ വരും തലമുറയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. സോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും എല്ലാം നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ഒരു പ്രത്യേകം കമ്മ്യൂണിറ്റിയോട് യാതൊരു പ്രശ്നവുമില്ല. ഗെയ്സിനോടോ അല്ലെങ്കിൽ LGBT അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സോ ഇത്തരത്തിലുള്ള ഒരു ആളുകളുമായിട്ട് എനിക്ക് യാതൊരു പേഴ്സണൽ പ്രശ്നങ്ങളുമില്ല. ഞാൻ അവരാരും വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുമല്ല ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ തൃശ്ശൂർ നടക്കുന്ന ഒരു കാര്യം തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.